മണമൊന്നും നോക്കി നമ്മൾ ഒരിക്കലും മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യില്ല. നല്ല മണമുള്ളതെന്ന് വെച്ചാൽ അത് കൊള്ളില്ല ആ പ്രൊഡക്റ്റ്. അപ്പോൾ ഓയിലി സ്കിന്നിനായിട്ട് ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. മോയ്സ്ചറൈസറിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ബെസ്റ്റ് മോയ്സ്ചറൈസർ എങ്ങനെ ചൂസ് ചെയ്യാം, ഏതൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ഈ മോയ്സ്ചറൈസർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്ക് നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷനും നറിഷ്മെന്റും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മോയ്സ്ചറൈസറിന്റെ ഡ്യൂട്ടി. ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു വാട്ടറും, നറിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഓയിലും. അപ്പം ഒരു ഗുഡ് സ്കിൻ, ഒരു നല്ല സ്കിൻ എന്ന് പറയുന്നത്, ഒരു ഗ്ലോയിങ് സ്കിൻ എന്ന് പറയുമ്പം ഈ ഒരു വാട്ടറിന്റെയും ഓയിലിന്റെയും പെർഫെക്റ്റ് ബാലൻസ് ഉള്ള സ്കിന്നാണ്. ഇപ്പോൾ ഓയിൽ കൂടിയാലും പ്രശ്നമാണ്, വെള്ളം കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പം ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്താനാണ് നമ്മൾ മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഓയിലി സ്കിൻ തന്നെ എടുക്കാം. ഓയിലി സ്കിൻ എന്ന് പറയുമ്പോൾ ഒരു ആക്നെ പ്രോൺ സ്കിന്നാണ്. അവര് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവർ നോൺ കോമിഡോജനിക് പ്രൊഡക്ട്സ് മാത്രമേ ഉപയോഗിക്കാവൂ. അങ്ങനെ അല്ലാതെ ഉപയോഗിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവർക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ നോൺ കോമിഡോജനിക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ലൈറ്റർ കൺസിസ്റ്റൻസി ആയിരിക്കും പ്രോഡക്ട്സിന്. എന്ന് വെച്ചാൽ ഒരു ലിക്വിഡി ടെക്സ്ചർ ആയിരിക്കും, ഒഴുകി നടക്കും, പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും. കാരണം അവരുടെ മോളിക്യൂൾസ് ഭയങ്കര സ്മോൾ ആണ്, അതുകൊണ്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അങ്ങനെയുള്ള പ്രൊഡക്ട്സിനെയാണ് നമ്മൾ നോൺ കോമിഡോജനിക് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അലോവേര. അലോവേര ഒരു നാച്ചുറൽ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. നമ്മൾ പരട്ടി പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യത്തില്ലേ. നാച്ചുറൽ ആയിട്ടുള്ള അലോവേര മാത്രമേ പ്രിഫർ ചെയ്യുള്ളൂ. കടയിലൊക്കെ മിക്കതും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പം മെയിൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓയിലി സ്കിന്നിന് മോയ്സ്ചറൈസർ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. കാരണം നമ്മുടെ ബോഡി ഒരു ഫീഡ്ബാക്ക് മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഓർഗൻസ് വൃത്തിക്ക് ഫംഗ്ഷൻ ചെയ്യാനായിട്ട്. അപ്പൊ സ്കിന്നിന്റെ ഒരു ഫംഗ്ഷനിൽ വരുന്നതാണ് നമ്മുടെ നറിഷ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഓയിലി സ്കിൻ ആണെന്ന് പറഞ്ഞ് ഓൾറെഡി സെബോ ഒക്കെ ഉണ്ട്, എന്തിനാണ് കൂടുതൽ സെബോ ആണല്ലേ, അപ്പൊ എന്തിനാണെന്ന് ഒക്കെ വിചാരിച്ച് നമ്മൾ പരട്ടാതിരുന്നാല് വീണ്ടും വീണ്ടും അപ്പം ബ്രെയിൻ നോക്കുമ്പോൾ എന്താ, സ്കിന്ന് ഇല്ല, മോയ്സ്ചറൈസർ ഒന്നും ചെല്ലുന്നില്ല. അപ്പൊ പിന്നെ എന്റെ ഫംഗ്ഷൻ ചെയ്യണം, അവൻ അവന്റെ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ബ്രെയിൻ സ്കിന്നിന് കമാൻഡ് കൊടുക്കും പെട്ടെന്ന് തന്നെ സിബം റിലീസ് ചെയ്യാനായിട്ട്. അങ്ങനെ പിന്നെയും പിന്നെയും സിബം റിലീസ് ചെയ്ത് പിന്നെയും നിങ്ങൾക്ക് പിമ്പിൾസ് വന്നുകൊണ്ടേയിരിക്കും. സിബം കൂടുന്ന അനുസരിച്ച് ഓയിലി സ്കിന്നിൽ എന്ത് പറ്റും, പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൂടുതൽ പിമ്പിൾസ് വരും. അതാണ് സത്യം. പിമ്പിൾസ് വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഈ കറക്റ്റ് മോയ്സ്ചറൈസർ ഉപയോഗിച്ചില്ലെങ്കിലും ഓയിലി സ്കിന്നിൽ പെട്ടെന്ന് പിമ്പിൾസ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓയിലി സ്കിന്നിനായിട്ട് ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. മോയ്സ്ചറൈസറിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. അതിൽ ആദ്യം വരുന്നതാണ് ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ, അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ എന്ന് പറയും. അതൊരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയിലാണ്. സത്യത്തിൽ ഓയിലി സ്കിൻ, നമ്മൾ ചിന്തിച്ചു ഓയിലി സ്കിന്നിന് നറിഷ്മെന്റിന്റെ ആവശ്യമുണ്ടോ? കാരണം ഇത്ര നറിഷ്മെന്റ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു ഓയിലാണ്. അപ്പൊ ഈ ഇത്രയും ഓയിലുള്ള ഇവർക്ക് നറിഷ്മെന്റിന്റെ ആവശ്യമില്ല. അപ്പൊ നറിഷ്മെന്റ് ഉള്ള സാധാരണ മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് വീണ്ടും കുരു വരും. അതുകൊണ്ടാണ് നോൺ കോമിഡോജനിക് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രേഷൻ മാത്രം മതി അവർക്ക്, എന്നാൽ അത് കൊടുക്കാതിരിക്കാനും പാടില്ല, പ്രശ്നമാണ്. ഈ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ഓയിലി സ്കിന്നിന് മാത്രമല്ല, ബാക്കി എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ടോപ്പ് ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റിൽ നമ്മൾ താമസിക്കുമ്പോൾ, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ താമസിക്കുമ്പോൾ ഇച്ചിരി ഹ്യൂമിഡ് വെതർ ആണല്ലേ, അപ്പോൾ നമുക്ക് ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ ആരിത് ഉപയോഗിച്ചില്ലെങ്കിലും ഓയിലി സ്കിൻ ഇത് മാത്രമേ ഉപയോഗിക്കാവൂ. വേറെ എന്ത് ഉപയോഗിച്ചാലും അവർക്ക് പണി കിട്ടും. അപ്പം ഇതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഒരു ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിൽ ഏറ്റവും അഫോർഡബിൾ ഓപ്ഷൻ സിംപിളിന്റെ ഹൈഡ്രേറ്റിംഗ് ജെൽ ക്രീം. ഞാനിവിടെ പിക്ചർ കൊടുക്കാം. ഇതാണ് അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ. സിമ്പിൾ എന്ന് പറയുമ്പോൾ ആ ബ്രാൻഡിനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ ബ്രാൻഡ് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ മേക്കപ്പിന് പോകുമ്പോഴാണ്, ഞാൻ മേക്കപ്പിന്റെ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്രാൻഡിന്റെ പേര് കേൾക്കുന്നത്. ഞാനൊരു ഇന്റർനാഷണൽ സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഈ അതിന്റെ ഭാഗമായിട്ട് അവർ ഞങ്ങൾക്ക് കുറെ തിയറീസും സ്കിന്നിന്റെ കാര്യമൊക്കെ പഠിക്കാനുണ്ടായിരുന്നു ഈ കോഴ്സ് ആയതുകൊണ്ട്. അപ്പോഴാണ് നമ്മൾ ഏത് സ്കിന്നിന് ചേരുന്ന, സ്കിൻ ടൈപ്പിന് ചേരുന്ന പ്രോഡക്ട്സും അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ ആണ് ഈ സിമ്പിൾ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. കാരണം നല്ല പ്രോഡക്ട്സ്, നല്ലൊരു സ്കിൻ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പെർഫ്യൂം, ആൽക്കഹോള്, അങ്ങനത്തെ കെമിക്കൽസ് ഒന്നും കാണത്തില്ല. പക്ഷെ അങ്ങനെയുള്ള പ്രൊഡക്റ്റിന് ഭയങ്കര വിലയായിരിക്കും, കാരണം റേറ്റ് കൂടും. പക്ഷെ സിമ്പിൾ 500 രൂപയ്ക്ക് താഴെയാണ് അവരുടെ പ്രൊഡക്ട്സിന്റെ വില വരുന്നത്. അപ്പം അത്രയും അഫോർഡബിൾ ആയിട്ട് ഒരു ബ്രാൻഡ് കൊടുക്കുമ്പോൾ അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണ്ടേ. അത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല, ഞാൻ എനിക്കിത് ഉപയോഗിച്ച് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുണ്ട് സിമ്പിളിന്റെ പ്രൊഡക്റ്റ്, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ജെല്ലല്ല, ലൈറ്റ് മോയ്സ്ചറൈസർ ആണ്. ഇത് കോമ്പിനേഷൻ സ്കിന്നിന് പറ്റുന്നതാണ്. ഇതിനെപ്പറ്റി നമുക്ക് നോക്കാം. അപ്പം ഇതിന്റെ ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ആണ് ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ വരുന്ന ഒരു അഫോർഡബിൾ ഓപ്ഷൻ ആണ് പാക്കിന്റെ അക്വാ ബ്ലാസ്റ്റ്. ഇവിടെ ഞാൻ പിക്ചർ കൊടുത്തേക്കാം. പിന്നെ ലെനേജിന്റെ വാട്ടർ ബാങ്ക്. അത് ഈ ഈ ഒരു സാധനം അടിപൊളിയാണ്, പക്ഷെ ഇച്ചിരി റേറ്റ് കൂടുതലാണ്. 1000 റേഞ്ച് വരും.
പിന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ന്യൂട്രിജീനയുടെ ഹൈഡ്രോ ബൂസ്റ്റ്, ഒരു നീല കളറിലെ ഇത് കാണില്ല, ഈ ജെല്ലും ഭയങ്കര അടിപൊളി സാധനമാണ് ഓയിലി സ്കിന്നിന്. അപ്പൊ നമ്മൾ മോയ്സ്ചറൈസറിന്റെ ഫസ്റ്റ് സെറ്റ് നോക്കി, അതാണ് ജെൽ ടൈപ്പ് മോയ്സ്ചർ, ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള. നെക്സ്റ്റ് വരുന്നതാണ് ലൈറ്റ് മോയ്സ്ചറൈസർ. അത് ആർക്കായിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത്? കോമ്പിനേഷൻ സ്കിന്നിന്, നോർമൽ സ്കിന്നിനൊക്കെയാണ് മെയിൻ ആയിട്ട് അത് പോകുന്നത്. ഈ ലൈറ്റ് മോയ്സ്ചറൈസർ ആക്ച്വലി നോൺ കോമിഡോജനിക് ആണ്, അങ്ങനെ പോഴ്സിനെ ഒന്നും ക്ലോഗ് ചെയ്യത്തില്ല, ലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇതിൽ കുറച്ച് നറിഷ്മെന്റ് കയറുന്നുണ്ട്. മറ്റേതിലൊക്കെ ഹൈഡ്രേഷനേ ഉള്ളെങ്കിൽ ലൈറ്റ് മോയ്സ്ചറൈസറിൽ കുറച്ച് നറിഷ്മെന്റ്, ഓയിലിന്റെ കണ്ടന്റ് കുറച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നിന് നോൺ കോമിഡോജൻ ഉപയോഗിക്കാം, പക്ഷെ അവർ എന്ന് വെച്ചാൽ ഇപ്പൊ എ സിയിലൊക്കെ ഇരിക്കാം, നല്ല ലോ ടെമ്പറേച്ചർ ഒത്തിരി അധികം നേരം നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഓയിലി സ്കിന്നിന് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ അത്ര പ്രിഫർ ചെയ്തില്ല, കാരണം അവർക്ക് ജെൽ ടൈപ്പ് മോയ്സ്ചറൈസേഴ്സ് ഉണ്ടല്ലോ, ഓയിലി സ്കിന്നിന് ഉപയോഗിക്കാം. മെയിൻ ആയിട്ട് കോമ്പിനേഷൻ സ്കിന്നിനും നോർമൽ സ്കിന്നിനുമാണ് ബെസ്റ്റ്. കോമ്പിനേഷൻ സ്കിന്നിന് മെയിൻ ആയിട്ട് ഒരു 90% ആൾക്കാർക്ക് നമ്മുടെ ടീ സോൺ, ഈ ടീ സോൺ ഓയിലി ആയിരിക്കും, ബാക്കി ഭാഗം ഡ്രൈ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു 10% ആൾക്കാർക്ക് ഈ ടീ സോൺ ഡ്രൈയും ബാക്കി ഭാഗം ഓയിലി ആയിരിക്കും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അതിനനുസരിച്ചുള്ള മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ടീ സോൺ ഓയിലി ആണെങ്കിലും ഓയിലിക്ക് പറ്റുന്ന ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ഇവിടെ ഉപയോഗിക്കാം. ഡ്രൈ സ്കിന്നിന് പറ്റുന്ന മോയ്സ്ചറൈസർ ഇനി നമ്മൾ നോക്കും, റിച്ച് മോയ്സ്ചറൈസർ, അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അങ്ങനെ 2 ടൈപ്പ് മോയ്സ്ചറൈസർ ഉപയോഗിക്കണം, കാരണം അതൊരു കോംപ്ലിക്കേറ്റഡ് സ്കിൻ ടൈപ്പ് ആണ്. ഇച്ചിരി എക്സ്പെൻസീവ് സൈഡ് വരും, 2 ഉപയോഗിക്കുന്നതുകൊണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. അതും ഇപ്പൊ ഫോട്ടോ കാണിക്കാം. സിമ്പിളിന്റെ ലൈറ്റ് ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ഉണ്ട്, അതാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻ. ഡോക്ടർ ഷെർത്തിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ, അതും അഫോർഡബിൾ ആണ്. ഡെർമാക്യൂടെ സെൽ ബൈ സെൽ, ഈ മോയ്സ്ചറൈസർ ഇതും നല്ലതാണ്. പിന്നെ ബയോഡെർമയുടെ മോയ്സ്ചറൈസർ, ഇത് റിച്ച് അല്ല, നോക്കണം അതിന്റെ മേലെ ലൈറ്റ് എന്ന് കാണും, അതാണ് ബയോഡെർമയുടെ ഈ മോയ്സ്ചറൈസർ. കോമ്പിനേഷൻ സ്കിന്നിനും നോർമൽ സ്കിന്നിനും ഉപയോഗിക്കാൻ സ്യൂട്ടബിൾ ആണ്. ഇനി നമ്മൾ തേർഡ് ടൈപ്പ്, അത് തന്നെ റിച്ച് മോയ്സ്ചറൈസർ ആണ്. ആ പേര് കേൾക്കുമ്പോൾ അറിയാം, നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വരാൻ പോകുന്നത്, ലൈറ്റ് അല്ല. അതുകൊണ്ട് തന്നെ തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഞാൻ പറഞ്ഞു, അതിന് ഇച്ചിരി അബ്സോർബിങ് കപ്പാസിറ്റി കുറവ്. അപ്പൊ നിങ്ങൾക്ക് പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പോഴ്സ് എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യരും പോഴ്സ് ഉണ്ട്, പക്ഷെ ഓയിലി സ്കിന്നിന് കൂടുതൽ പോഴ്സ് എടുത്ത് കാണിക്കും. അപ്പൊ ആ പോഴ്സ് പെട്ടെന്ന് ക്ലോഗ് ആയി പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഓയിലി സ്കിന്നിന് പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ അല്ല റിച്ച് മോയ്സ്ചറൈസർ. ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം? ഡ്രൈ സ്കിൻ, എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ, ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ മുരിങ്ങിയിരിക്കത്തില്ല, അങ്ങനെയുള്ളവർക്കും. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, കോമ്പിനേഷൻ സ്കിന്നിൽ ചിലവർക്ക് ചില പാർട്സ് ഡ്രൈ ആയിരിക്കും, ആ ഭാഗത്ത് നിങ്ങൾക്ക് റിച്ച് മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. പിന്നെ ഒരു സ്പെഷ്യൽ കേസിൽ ഈ നോർമൽ സ്കിൻ തന്നെ ഉള്ളവരാണ്, അവർക്ക് അതിന്റെ ആവശ്യമില്ല, പക്ഷെ അവർ എ സിയിൽ ഇപ്പോൾ ലോ ടെമ്പറേച്ചറിൽ ഒത്തിരി നേരം ഇരിക്കാന്ന് വെച്ചോ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ റിച്ച് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം അവർക്ക് അധികം പോഴ്സില്ല, അത്ര അധികം പ്രശ്നം വരാനില്ല. റിച്ച് മോയ്സ്ചറൈസറിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സിറാവിയും സീറ്റാഫിലോ, നിങ്ങൾക്ക് എല്ലാം അറിയാം, അതായിരിക്കും ടോപ്പ് ബ്രാൻഡ്, അതാണ് റിച്ച് മോയ്സ്ചറൈസർ. നല്ല മോയ്സ്ചറൈസേഴ്സ് ആണ് രണ്ടും. ഇത് രണ്ടും ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതാണ് ടോപ്പ് 1. ബെലിയുടെ സ്കിൻ ഫുഡ് എന്ന് പറയുന്ന ഒരു പച്ച കളർ കാണുന്നത്, ഇത് അടിപൊളിയാണ്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ നിങ്ങൾ അതിന്റെ ഫാൻ ആയിട്ട് മാറും, അത്ര അടിപൊളിയാണ്. ഡ്രൈ സ്കിൻ, എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ്. പിന്നെ ഈ റിച്ച് മോയ്സ്ചറൈസർ ആക്ച്വലി ഇച്ചിരി എക്സ്പെൻസീവ് സൈഡാണ്, കാരണം കുറച്ച് റേറ്റ് കൂടുതലാണ് ബാക്കിയെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ സിമ്പിൾ ഇതും 500 താഴെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിമ്പിളിന്റെ റിച്ച് മോയ്സ്ചറൈസർ ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, അഫോർഡബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ എംബ്രലിസ് അറിയാലോ, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എംബ്രലിസ്. പക്ഷെ ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ അല്ല കേട്ടോ, ഇത് ഉപയോഗിക്കാൻ ഓയിലി സ്കിന്നിന് പറ്റില്ല, ബാക്കി എല്ലാവർക്കും നമുക്കിത് ഉപയോഗിക്കാം. നിങ്ങൾ മെയിൻ ആയിട്ട് 4 സ്കിൻ ടൈപ്പ് പറഞ്ഞു, ഓയിലി, ഡ്രൈ, കോമ്പിനേഷൻ, നോർമൽ. അപ്പൊ എല്ലാവരും പറയും സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ്, അതൊരു സ്കിൻ ടൈപ്പ് അല്ല. സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത് ഒരു കൺസേൺ ആണ്, നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. സത്യത്തിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റ് അടുത്ത് പോയി കാണാം, റെഡ്നെസ്, ഇറിറ്റേഷൻസ് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ. ഇപ്പം ആർക്ക് വേണമെങ്കിലും സെൻസിറ്റീവ് സ്കിൻ വരാം. സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോർമൽ ആയ ഒരാൾക്ക് വരാം. എനിക്ക് നോർമൽ സ്കിൻ ഉണ്ട്, എനിക്ക് കോമ്പിനേഷൻ അതിന്റെ ഈ ഒരു മൂക്കിന്റെ ഭാഗം ഓയിലിയാണ്, ബാക്കി ഭാഗം നോർമൽ ആണ്. പക്ഷെ എന്നാലും എനിക്ക് സെൻസിറ്റീവ് സ്കിൻ ആണ്. നോർമൽ ആയിട്ടുള്ളവർക്ക് സെൻസിറ്റീവ് സ്കിൻ വരാം, ഓയിലി ആയിട്ടുള്ളവർക്ക് സെൻസിറ്റീവ് സ്കിൻ വരാം, ഡ്രൈ ആയിട്ടുള്ളവർക്കും സെൻസിറ്റീവ് സ്കിൻ വരാം. അങ്ങനെ വരുവാണെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നമുക്ക് പറ്റുന്ന പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക, അത് മാത്രം ഉപയോഗിക്കാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യരുത്, കാരണം അത് പറ്റില്ല, അങ്ങനെ കളിക്കാൻ പറ്റുന്ന ഒരു സ്കിൻ അല്ല സെൻസിറ്റീവ് സ്കിൻ. പിന്നെ അത്ര പ്രശ്നമൊന്നും ഇല്ലാത്തവരാണ്, അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ല, നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ മേടിക്കുവാണെങ്കിൽ ഒരു ടിപ്പുണ്ട്. സെൻസിറ്റീവ് സ്കിന്നിന് പറ്റുന്നത് ഹൈപ്പോ അലർജനിക് ലേബൽ ഉള്ള പ്രൊഡക്ട്സ് മാത്രമേ സെൻസിറ്റീവ് സ്കിൻകാർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതാണ് ഹൈപ്പോ അലർജനിക് ലേബൽ. ഈ ഒരു ലേബിൾ കാണുന്ന പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, പ്രശ്നമില്ല. ഇപ്പം സിമ്പിളിന്റെ പ്രൊഡക്റ്റിലാണെങ്കിൽ സൂട്ടബിൾ ഫോർ സെൻസിറ്റീവ് സ്കിൻ എന്ന് അവർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ളത് നമുക്ക് ഉപയോഗിക്കാം. ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ, സീറ്റാഫിൽ, സെറാവെ, പിക്സി, ഇതെല്ലാം ഹൈപ്പോഅലർജനിക് ലേബിൾസ് ഉള്ളവയാണ്. നിങ്ങൾക്ക് നെറ്റിൽ അടിച്ച് നോക്കിയാൽ ഏതാണ് ഹൈപ്പോഅലർജനിക് ലേബൽ ഉള്ള ബ്രാൻഡ്, അതിനനുസരിച്ച് നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് മേടിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുവാണ്, സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരുടെ കാര്യമാണ്, എന്തെങ്കിലും ഫംഗ്ഷനോ മേക്കപ്പ് അങ്ങനെ എന്തെങ്കിലും
എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും നിങ്ങൾ ബ്രൈഡ് ആയിട്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പറയുക എനിക്കിങ്ങനെ സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്ട്സ് തന്നെ കൊണ്ടുപോവുക പ്രെപ്പ് ചെയ്യാൻ സ്കിൻ പ്രെപ്പ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്ക് വലിയ പ്രശ്നം വരത്തില്ല. പുതിയൊരു സാധനം പുതിയൊരു പ്രൊഡക്റ്റ് മോയ്സ്ചറൈസർ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ റാഷസ് ഇറിറ്റേഷൻ ഒക്കെ വരാം. ഇത് റിസ്ക് എടുക്കണ്ടല്ലോ, നിങ്ങൾ തന്നെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഒരു നല്ല മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാൻ അറിയാലോ, ഇനി നിങ്ങൾ നിങ്ങളുടെ മണം ഒന്ന് നോക്കി നമ്മൾ ഒരിക്കലും മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യില്ല. നല്ല മണം ഉള്ളതെന്ന് വെച്ചാൽ അത് കൊള്ളില്ല ആ പ്രൊഡക്റ്റ്. കാരണം നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ കാരണമാണ് ഈ പെർഫ്യൂംസ്, ആൽക്കഹോൾ ഉള്ളത്, ഹാഷ് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ല ബ്രാൻഡ്സ്, അഫോർഡബിൾ ആയിട്ടുള്ള സിമ്പിളിനെ പോലുള്ള ബ്രാൻഡ്സ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡ്സ് ആണ്, അത് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.